ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ധന്യ എന്ന യുവതിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാന്യമായ രീതിയിലാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ വീഡിയോസിനും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിനും താഴെ വരുന്ന ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ എവിടെയാണ്, നിങ്ങൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇവർ ഹൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ്. ഈവൻ ഞാനടക്കം അവിടെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ എവിടെ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ആൾക്കാർ ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കമൻസും അവിടെ ഉണ്ട്. പക്ഷേ അത് ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. എന്നെ അപ്പം അവർ പ്രൊഫൈലിൽ നിന്ന് ഹൈഡ് ചെയ്തേക്കാണ്. അതെന്തിനാണ്? നിങ്ങളുടെ ഭാഗത്ത് കള്ളത്തരമൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു കമൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് എന്നെപ്പോലെ ബാക്കി ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുടെ അക്കൗണ്ട് ഇവരെന്തിന് ബ്ലോക്ക് ചെയ്യുന്നു? ദയവ് ചെയ്ത് ഇസ്ലാം സഹോദര വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ പെൺകുട്ടി നിങ്ങളുടെ മതത്തിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവരോടൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിട്ട് നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥതേനെ ധന്യ എന്ന യുവതി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക. അവരാദ്യം ഇട്ട വീഡിയോയിലും അതുപോലെ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടതും പിന്നെ അവർ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ച വേറൊരു വീഡിയോയിലൊക്കെ അവർ പറയുന്നത് സർജറിക്ക് കാശില്ല എന്നാണ്. സർജറി ചെയ്യാത്തതുകൊണ്ട് കുട്ടീൻ്റെ ലിപ്പ് നീല കളറായി വരികയാണെന്നൊക്കെയാണ് അവർ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്നിട്ടും ഇവർ ഇത്രയും യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ട് കൂടി എന്തിന് ആൾക്കാരുടെ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ചിലവിനുള്ള പൈസയ്ക്ക് വേണ്ടി എന്തിന് വെയിറ്റ് ചെയ്യുന്നു? ഇവർക്ക് സർജറിക്ക് തികച്ചും ഫ്രീ ആണ്. അവിടെ പോയി നിൽക്കാനുള്ള ബാക്കിയുള്ള എക്സ്പെൻസിനാണ് ഇവരുടെ കയ്യിൽ കാശില്ലാത്തത്. ഇവർ പറയുന്നത് ആകെയുള്ള വരുമാനം ഉണ്ണിയപ്പ കച്ചവടം മാത്രമാണെന്നാണ്. തെറ്റാണ്. ഇവർ കള്ളത്തരം പറയുകയാണ്. അത് ദൈവത്തോർത്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക.